ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഓഫ് ഷെയർവെൽത്ത് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു വീക്ക് ഓപ്പണിംഗ് ആണ്. ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് പൊതുവെ വീക്കാണെന്ന്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ നല്ല സെൽ ഓഫ് ആയിരുന്നു. മെറ്റാ പ്ലാറ്റ്ഫോം ഒഴികെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളും ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പലതരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ആണ് അമേരിക്കൻ മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള വൊളാറ്റിലിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മിനിഞ്ഞാന്നത്തെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് 13.65 ആയിരുന്നു. അതിന് മുമ്പത്തെ ദിവസത്തെക്കാളും കൂടുതലായിരുന്നു. ഇന്നലത്തെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് 14.61 ആണ്. അപ്പോൾ അമേരിക്കൻ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് നമുക്ക് അറിയണമെങ്കിൽ വിക്സ് ഫോളോ ചെയ്താൽ മതി. വിക്സ് കൂടുന്നതിനനുസരിച്ച് അമേരിക്കയിൽ വൊളാറ്റിലിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള വിക്സ് 14.61 ആണ്. ഇത് സൂചിപ്പിക്കുന്ന ഒരു വൊളാറ്റിലിറ്റിനെ തന്നെയാണ്. അതോടൊപ്പം തന്നെ US ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ സംബന്ധിച്ചുള്ള പല ഊഹാപോഹങ്ങളാണ്. പക്ഷേ US ഫെഡ് ഒഫീഷ്യൽസ് പറഞ്ഞിരിക്കുന്ന പ്രൊജക്ഷൻ 3 ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഡിസിഷൻ തന്നെയായിരിക്കും US ഫെഡ് എടുക്കുക എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് നൽകിയിട്ടുള്ളത്. അതിനുശേഷം ഗോൾഡ് വലിയ രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. ഗോൾഡ് നോക്കുകയാണെങ്കിൽ $2303.75 പെർ ഔൺസ് ജൂൺ ഫ്യൂച്ചേഴ്സ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ സ്പോട്ട് ഗോൾഡ് $2288.6 പെർ ഔൺസ് സ്പോട്ട് ഗോൾഡും ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഗോൾഡ് $2303.75 പെർ ഔൺസിന് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗോൾഡിലാണ് ഇന്നത്തെ ഒരു ആക്ഷൻ കാണുന്നത്. അതോടൊപ്പം തന്നെ ക്രൂഡ് ഓയിലിലും ഒരു മുന്നേറ്റം കണ്ടിരുന്നു. ജിയോ പൊളിറ്റിക്കൽ ടെൻഷനാണ് ഇതിൻ്റെ മേജറായിട്ടുള്ള റീസൺ. പക്ഷേ മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ വീക്കായിരുന്നു. ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ വീക്കായിരുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വീക്ക് ഓപ്പണിംഗ് ആണ്. അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഇന്ന് തുടങ്ങുകയാണ്. 5-ാം തീയതി അതിനാണ് ഡിസിഷൻ വരുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുണ്ടാവും എന്നുള്ള റൂമറുകളൊക്കെ മാർക്കറ്റിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള റിയാക്ഷൻ മാർക്കറ്റിലൊക്കെ ഉണ്ടാവാം. അതോടൊപ്പം തന്നെ മറ്റ് എക്കണോമിക് ഡാറ്റകളെല്ലാം വരുന്നത് തന്നെ സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. പക്ഷേ ഗ്ലോബൽ വൊളാറ്റിലിറ്റിയും നമ്മുടെ പ്രീമിയം വാല്യുവേഷനും ഒക്കെ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാക്കിയേക്കാം. ഒപ്പം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെൽ ഇന്ത്യ ബൈ ചൈന എന്നുള്ള സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു അപ്വേർഡ് മൊമെൻറ്റത്തിന് ഒരു റോഡ് ബ്ലോക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഒപ്പം പൊളിറ്റിക്കൽ ന്യൂസ് ഫ്ലോസ് ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കിയേക്കാം. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ അൾട്രാടെക് സിമെൻറ്റ് 32,400 കോടി രൂപ സ്പെൻഡ് ചെയ്യാണ് അടുത്ത 3 വർഷം. കപ്പാസിറ്റി എക്സ്പാൻഷനാണ്. ഇപ്പം 151.6 മില്യൺ ടൺ പെർ ആനാണ്. അത് 200 മില്യൺ ടൺ പെർ ആനാക്കാനുള്ള ഒരു പ്രൊജക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അൾട്രാടെക്കിനെ സംബന്ധിച്ച് ലോങ് ടൈമിൽ പോസിറ്റീവാണ്. അതുപോലെ തന്നെ അനുപം രസായൻ 7 വർഷത്തെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ജാപ്പനീസ് MNC എന്നാണ്. സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. PC ജുവല്ലേഴ്സ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നൊരു ന്യൂസാണ്. ഒരു 1 ടൈം സെറ്റിൽമെൻറ്റ് കാര്യുർവൈസിയായിട്ട് എത്തിയിട്ടുണ്ട്. കാര്യുർവൈസ 1 ടൈം സെറ്റിൽമെൻറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ജുവല്ലേഴ്സിനെ സംബന്ധിച്ച് പൊതുവെ പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ഗോൾഡ് പ്രൈസ് കയറുന്നു. അതിനനുസരിച്ച് വീണ്ടും PC ജുവല്ലേഴ്സ് മുന്നേറാനാണ് ചാൻസസ് കൂടുതൽ. ഏഷ്യാന ഹൗസിംഗ് ഗുരുഗ്രാമിലെ ഫേസ് 3 പ്രൊജക്റ്റ് ഉണ്ട് അവരുടെ. ഏഷ്യാന അമര എന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ്. ഓപ്പൺ ചെയ്ത് 2 ദിവസം കൊണ്ട് തന്നെ എൻ്റയർ പ്രൊജക്റ്റ് സോൾഡ് ഔട്ടാണ്. 440.32 കോടിക്കാണ്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഹൗസിംഗ് അതുപോലെ തന്നെ റിയാലിറ്റി റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ച് ഏഷ്യാനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. തേജസ് നെറ്റ്വർക്കിന് ധാരാളം ഡെലിവറി ബൈങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തേജസ് നെറ്റ്വർക്കിൽ ടോപ്പ് ലെവലിൽ പോയിട്ട് റിയാക്ട് ചെയ്തൊരു സ്റ്റോക്കാണ്. എനിക്ക് തോന്നുന്നു അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കും കൂടിയാണ് തേജസ് നെറ്റ്വർക്ക്. പ്രത്യേകിച്ച് 5G ഇംപ്ലിമെൻറ്റേഷനൊക്കെ വലിയ രീതിയിൽ മുന്നേറുകയാണ്. മേജറായിട്ടുള്ള എക്യുപ്മെൻറ്റുകളൊക്കെ സപ്ലൈ ചെയ്യുന്നൊരു കമ്പനിയും കൂടിയാണ് തേജസ് നെറ്റ്വർക്ക്. ഡ്രോണാജേരിക്ക് UK നിന്നൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. മാംഗനീസ് ഓർ ഇന്ത്യ ലിമിറ്റഡ് ബെസ്റ്റ് അവർ പ്രൊഡക്ഷനും സെയിൽസ് ഡാറ്റയാണ്
കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലേക്ക് കാണിച്ചിരിക്കുന്ന പോസിറ്റീവ് ന്യൂസാണ്. അതുപോലെ തന്നെ നാൽക്കോം ഹയസ്റ്റ് എവർ പ്രൊഡക്ഷനും അതുപോലെ തന്നെ പുതിയ പ്രൊഡക്ഷനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നാഷണൽ അലൂമിനിയം കമ്പനി പോസിറ്റീവാണ്. ഒലക്ട്ര ഗ്രീൻ ടെക് 2030 വരെ ചൈനയിലത്തെ BYD ആയിട്ടുള്ള എഗ്രിമെൻറ്റ് തുടരുന്നതാണ് പറയുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾസ്, പ്രത്യേകിച്ച് ഇലക്ട്രിക് ബസ്സുകൾ ഉണ്ടാക്കാനുള്ള ഒരു തീരുമാനമാണ്. തീർച്ചയായിട്ടും ഒലക്ട്രനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. BYD ആണ് ചൈനയിലത്തെ ഏറ്റവും വലിയ EV മാനുഫാക്ചറർ. ഇപ്പോൾ ഗീലി ആയിരുന്നു, ഗീലിനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം മുതൽ. BYD ആണ്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. എക്സലൻറ്റ് കമ്പനിയാണ്. വാറൻ ബഫറ്റിൻ്റെ ബാക്കിങ്ങുള്ള ഒരു ചൈനീസ് EV കമ്പനിയും കൂടിയാണ്. PNC ഇൻഫ്രാടെക് 117 കോടി രൂപ വരെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജെൻസോൾ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ഹയസ്റ്റ് എവർ ടേൺ ഓവറും റവന്യൂ ഒക്കെയാണ്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 141% റവന്യൂ ഇൻക്രീസ് വന്നിരിക്കുന്നത്. അതിനനുസരിച്ച് പ്രോഫിറ്റബിലിറ്റിയും ഇൻക്രീസ് ഉണ്ട്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ് ജെൻസോളിനെ സംബന്ധിച്ച്. അഡാനി ഗ്രീൻ എനർജി 10 ഗിഗാവാട്ടിന് മുകളിൽ ഗ്രീൻ എനർജി അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ത്യയിലത്തെ ഫസ്റ്റ് കമ്പനിയാണ്. 10.934 മെഗാവാട്ട് അല്ലെങ്കിൽ 10.93 ഗിഗാവാട്ടാണ് ടോട്ടൽ കപ്പാസിറ്റി. ഇപ്പോൾ അതിൽ 7.39 ഗിഗാവാട്ട് സോളാർ, 1.4 ഗിഗാവാട്ട് വിൻഡും 2.14 ഗിഗാവാട്ട് വിൻഡും സോളാറും ഹൈബ്രിഡാണ്. അപ്പോൾ ഈ ന്യൂസ് അഡാനി ഗ്രീനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് റിയാക്ഷൻ ഈ സ്റ്റോക്ക് കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ലോവർ ലെവലിൽ നിന്ന് മുന്നേറാനുള്ള സാധ്യതകളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നമ്മളൊന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു വളാറ്റൈൽ ഡേ ആണ്. വീക്ക് ഓപ്പണിംഗ് ആണ്. പക്ഷെ താഴെ വരുമ്പോൾ IDFC ലിമിറ്റഡ് അല്ലെങ്കിൽ IDFC ഫസ്റ്റ് ബാങ്ക് പോലുള്ള ഓഹരികളും അതുപോലെ തന്നെ ഫണ്ടമെൻ്റലി നല്ല സെയിൽസ് ഫിഗറൊക്കെ കാഴ്ചവെച്ചിട്ടുള്ള ഓഹരികളൊക്കെ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വാങ്ങുന്നത് നന്നായിരിക്കും. ഹയർ ലെവലിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സജസ്റ്റ് ചെയ്ത പോലെ നല്ല പ്രോഫിറ്റബിലിറ്റിയുള്ള സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ എടുക്കുന്ന ഡിസിഷൻ നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.